എൻ്റെ കുട്ടികളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു നോർമൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ഒരു റെസ്റ്റ് പോലും കിട്ടാതെ ഒരു 40-45 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ എബ്രോഡ് ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 50-55 രാജ്യങ്ങൾ കുറഞ്ഞത് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടൂറിന് വരുന്ന ആളുകൾ പിന്നീട് ഒരു ടൂർ ബുക്ക് ചെയ്യുമ്പോൾ ജീന കൂടെ അവർക്ക് അതൊരു കോൺഫിഡൻസ് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്രകൾ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പലപ്പോഴും ബോഡിയിലുള്ള മുറിവുകൾക്ക് ഇൻഫെക്ഷൻ വരികയും ഞാൻ ആ ട്രാവൽ കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ, അങ്ങനെ ഞാൻ എൻ്റെ ഹെൽത്ത് പൂർണ്ണമായിട്ടും ലൂസ് ചെയ്ത് ഞാനൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ, മേ ബി ഒരു ഡെത്ത് വേണമെങ്കിൽ സംഭവിച്ചേക്കാം എന്ന രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ എൻ്റെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. ടേണിംഗ് പോയിന്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രമേഷ്, സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വനിതാ സംരംഭകരെ കാണാം. പക്ഷേ 25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇന്ത്യയിൽ തന്നെ വനിതാ സംരംഭകരിൽ ടൂറിസം ആൻഡ് ട്രാവൽസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മിസ്സിസ് ജീന ഫെർണാണ്ടസ്, വെൽക്കം മാം. മാം, ഇപ്പോൾ 25 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരാനും ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്? ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് 2000-ലാണ്, ഒരു മില്ലേനിയം ഇയറിലാണ്. ഓക്കെ. ഒരു ജോലി എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ആ സ്ഥാപനത്തിൻ്റെ ഒരു സാരഥി ആവുകയും ഇത്രയും വർഷം ഞാൻ ഈ മേഖലയിൽ സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് കൂടുതലും ഈ രംഗത്ത് ഉറച്ചു നിൽക്കാൻ കാരണം എൻ്റെ പാഷൻ തന്നെയാണ്. ഈ ട്രാവൽ ടൂറിസം ഇത് എനിക്കൊരു ബിസിനസ് മാത്രമല്ല, എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു പാഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ അധികമായിട്ട് സന്തോഷിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികാവസ്ഥയായിരിക്കും, പക്ഷെ ആ മാനസികാവസ്ഥ ആയിരിക്കില്ല നമ്മളൊരു സംരംഭകയാകുമ്പോൾ ഉണ്ടാവുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഒരു മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഈവൻ ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഇപ്പം എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെല്ലാം സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. നമുക്ക് അങ്ങനെ ഒന്നും കാലേക്കുട്ടി നമ്മൾ തീരുമാനിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത്. ഒരു സാർ ആദ്യം ചോദിച്ചതുപോലെ ഇപ്പോൾ ഒരു ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനൊരു ലിമിറ്റഡ് ടൈം ഉണ്ട്. അതിന് അപ്പുറം വലിയൊരു റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നമുക്ക് വരില്ല. പക്ഷേ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഒരു ബിസിനസ്സിൽ ഒരുപാട് പേര് നമ്മളെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു സേവനമാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു സെൽഫായിട്ടുള്ള ഒരു കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 2000 കാലഘട്ടത്തിൽ ഇത് തുടങ്ങിയിട്ടുള്ള എനിക്ക് ആ ഒരു സമയത്തുള്ള ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് ഒന്നും അപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ത്രൈവ് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ഞാനൊരു വുമൺ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫാമിലി നോക്കണം, നമ്മുടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളുണ്ടാവാം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മദർഹുഡ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും ഒരു വുമണ് ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രാവൽ ഇൻഡസ്ട്രി, അതൊരു സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ നമുക്കൊരു സമയപരിമിതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ലൂസ് ചെയ്തത് എന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ മദർഹുഡ് തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രി ആകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ ഒരു ഔട്ട് ബൗണ്ട് ടൂറിസമാണ്. ഒരു 9 to 6 ജോബല്ല, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബല്ല. അപ്പോൾ നമ്മൾ 24 hours നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 2000 മുതൽ അല്ലെങ്കിൽ ഈ ഒരു 25 വർഷത്തിൽ ഒരു 2001-2 ആ ഒരു കാലഘട്ടം തുടങ്ങി ഞാൻ യാത്രകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം അല്ല. എപ്പോഴും
എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ എബ്രോഡ് ആയിരിക്കും നമ്മൾ ചെലവഴിക്കാൻ. എൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് ഒന്ന് എൻ്റെ ഫാമിലി ഡെഫിനറ്റ്ലി, പക്ഷേ എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മദർഹുഡ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ്. കാരണം നമ്മളുടെ കുട്ടികൾ വളരും, അപ്പോൾ അവരിപ്പോൾ ഒരുപാട് വളർന്നു. പക്ഷേ എനിക്ക് അവർക്ക് അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ടി ഇരുന്ന കുറേ സന്തോഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, ഒന്ന് നേടുമ്പോൾ നമുക്ക് ഒന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു നോർമൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ഒരു റെസ്റ്റ് പോലും കിട്ടാതെ ഒരു 40-45 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ എബ്രോഡ് ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ട്രാവലായിരുന്നു ആ സമയത്ത്. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അടുത്ത ഗ്രൂപ്പ് കൊണ്ട് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഒരു മാനേജ് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് അത് വലിയൊരു ടെൻഷനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതൊരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നോക്കിയിട്ട് അത് പാഷനേറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അന്ന് അത് പാഷനേറ്റ് ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞാനിത് ചെയ്യുന്നത് പാഷനേറ്റ് ആയിട്ടാണ്. പക്ഷെ അന്ന് എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കിത് ഏൽപ്പിക്കാൻ വേറൊരാളില്ല. അപ്പോൾ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. കാരണം നമ്മളെ വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ ഒരു ടൂർ പോകാൻ വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പൈസയും തന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി അവിടെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പോകുക, ആ ഗ്രൂപ്പ് ഹാപ്പിയാക്കി കൊണ്ടുവരിക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, വീണ്ടും ബിസിനസ്സിലേക്ക് വരിക, വീണ്ടും അടുത്ത ഗ്രൂപ്പായിട്ട് പോകുക. അത് അന്ന് എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇന്നാണെങ്കിൽ എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു പുരുഷാധിപത്യം നിറഞ്ഞ ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വുമൺ ഓണ്ടർപ്രണറിന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്ത് 25 വർഷമായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വളരെ കുറവാണെന്ന് എനിക്കും തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഒരു ചങ്കൂറ്റം കിട്ടിയത് ഇങ്ങനെ ചെയ്യാനായിട്ടൊക്കെ? സർ, ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വലുതായിട്ട് ബോദർ ചെയ്യാറില്ല. നമ്മളുടെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവെയർ ആയിരിക്കണം ഒരു ബിസിനസ് രംഗത്ത്. പക്ഷേ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻസ് എനിക്ക് എൻ്റെ വർക്കും എൻ്റെ സ്ഥാപനവും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതാണ് സത്യം. ഞാൻ എപ്പോഴും എൻ്റെ വർക്ക്, എൻ്റെ സ്ഥാപനം, അതെ, അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആണെന്ന് എനിക്ക് എപ്പോഴും അന്നും ഇന്നും ഞാനതിൽ വിശ്വസിക്കുന്നു. ഞാൻ വലുതായിട്ട് ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാറില്ല. എനിക്ക് ഒരു സെയിം ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. അത് പറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കുറേ സ്ട്രെസ്ഡ് ആയി പോകും. സ്ട്രെസ്ഡ് ആകുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ആവും. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടാണ്, ഇത് കഷ്ടപ്പാടാണ് എന്ന് ഞാൻ ചിന്തിച്ചിരിക്കാനുള്ള ഒരു സമയം എനിക്ക് അന്നും ഇല്ല, ഇന്നുമില്ല. ശരിക്കും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു പറയുന്നുണ്ട്, ടീമിൻ്റെ കൂടെ ആയാലും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഞാൻ ഏകദേശം ഒരു 50-55 രാജ്യങ്ങൾ കുറഞ്ഞത് പോയിട്ടുണ്ട്. ഏറ്റവും കുറവ് സാർ, അത് ചോദിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എണ്ണിക്കൊണ്ട് വന്നേനെ. പക്ഷെ അത്രയും ഞാൻ ചിന്തിച്ചു. പക്ഷേ more than 55 കൺട്രീസ് ഞാൻ ഈ ഒരു ഇത്രയും വർഷം കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെസ്റ്റിനേഷന്റെ പ്രത്യേകത? പേര് തന്നെ ഡെസ്റ്റിനേഷൻ. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. അങ്ങനെ ഒരു ടേം ആക്ച്വലി ഇല്ല. ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, എന്ത് ചെയ്താലും അത് മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഐ വോണ്ട് ടു ഗിവ് ദ ബെസ്റ്റ് ഓഫ് എവറി ഡെസ്റ്റിനേഷൻ. ഒരു നോർമൽ കാര്യങ്ങൾ മാത്രമല്ല, ഒരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്യണം, അത് അവിടുത്തെ ബെസ്റ്റ് ആയിരിക്കണം എന്നതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധ ചെലുത്താറുണ്ട്. അങ്ങനെയാണ് ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ള ഒരു പേര് തന്നെ ഫോം ചെയ്തത്. ഏത് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും നമ്മൾ ഏറ്റെടുക്കണം. ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നതേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യമില്ല. എല്ലാം നമ്മൾ പഠിക്കണം, അത് ചെയ്യണം. അപ്പോൾ അതാണ് ഡെസ്റ്റിനേഷൻ്റെ ഒരു പ്രത്യേകത. എന്തൊരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ എന്തൊരു ടൂറോ എന്തൊരു ട്രാവൽ റിലേറ്റഡ് ആക്ടിവിറ്റിയോ ആണെങ്കിൽ പോലും നമുക്ക് ഡെസ്റ്റിനേഷനിൽ എപ്പോഴും അതിനൊരു ഉത്തരവുണ്ട്. മറ്റൊന്ന്, ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നതിലൊരു 99% അല്ലെങ്കിൽ മോർ ദാൻ 100% പറയണം, എങ്കിലും ഞാൻ അത് ഒരു പെർസെൻറ്റേജ് ബാക്കി നിർത്തുന്നു. 99% വിമൻ ആണ്. അവരുടെയും കൂടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെ. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2000-ൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട്
എനിക്ക് ഇത്രയും പിടിച്ചു നിൽക്കാനും ഒരു മോശമായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട് എന്ന് അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മറ്റ് സ്ത്രീകൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുക, അവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക, എൻ്റെ പോലെ അവരും ലോകം കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒത്തിരി സ്റ്റാഫുകൾ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, എൻ്റെ സ്റ്റാഫുകൾ ഇപ്പോൾ രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ? ഇപ്പൊ നമുക്ക് 22 പേരുണ്ട്. ഓക്കെ. ആ 22 പേരും ആക്ച്വലി സ്ത്രീകളാണ്. ഇവരെ എംപവർ ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ അറിവുകൾ ഞാൻ എപ്പോഴും അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. അതുകൂടാതെ ഞാൻ എപ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് യാത്ര ചെയ്തതിൽ? എനിക്ക് എല്ലാ രാജ്യങ്ങളും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഡിഫറെൻ്റ് ആണ്. നമുക്കൊരിക്കലും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനെ മറ്റൊന്നിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഈ ലോകം മൊത്തം കാണണം എന്ന് തോന്നില്ല. നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു റീജിയനിലേക്കായിരിക്കും നമുക്ക് ഒരു ഇഷ്ടം വരുന്നത്. പക്ഷേ ഞാൻ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് അറിയാനും അവരെ മനസ്സിലാക്കാനും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. വളരെ മനോഹരം എന്ന് തോന്നിയിട്ടുള്ളത് സാറിനോട് ചോദിക്കുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ജപ്പാനാണ്. അതൊരു നോർമൽ ജപ്പാൻ അല്ല, ചെറി ബ്ലോസം സമയത്തുള്ള ഒരു ജപ്പാൻ. അത് എനിക്ക് ശരിക്കും ഒരു സ്വർഗം പോലെ തന്നെയാണ്. എപ്പോഴാണ് അങ്ങനെ, ഏത് സമയത്താണ് നമ്മൾ പോകുന്നത്? ചെറി ബ്ലോസം ജപ്പാനിൽ ഒരു പ്രാവശ്യമേ എല്ലാ വർഷവും വരുള്ളൂ. അത് ഒരു മാർച്ച് എൻഡ് മുതൽ ഒരു ഏപ്രിൽ എൻഡ് വരെ ഒരു മാസം ആണ് ഇത് ചെറി പൂക്കൾ പൂക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം തന്നെ മുഴുവൻ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതും വൈറ്റ്, പിങ്ക്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഈ 3 കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു കൺട്രി അങ്ങനെ പൂത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ഒന്ന് സങ്കല്പിക്കാൻ പറ്റും. അതാണ് ചെറി ബ്ലോസം സമയത്തുള്ള ജപ്പാൻ. ഇപ്പോൾ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും യൂറോപ്പ് അന്നും ഇന്നും എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അതെ അതെ, കാരണം പാരീസ് കാണുക, ആരോട് വേണമെങ്കിലും സാർ ചോദിച്ചു നോക്കിക്കോളൂ. പാരീസ് കാണണം അവർക്ക്, ഐഫൽ ടവർ സ്വിറ്റ്സർലൻഡ് കാണണം, ഐസ് മലയുടെ മുകളിൽ പോകണം. ഇതൊക്കെ ഒരു നോർമലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ യൂറോപ്പ് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതുകൂടാതെ ഈവൻ അമേരിക്ക ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. US-ഉം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൺട്രിയാണ്. കാരണം ഞാൻ അമേരിക്കയിലേക്ക് 100-ലധികം തവണ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആളുകളുടെ കൂടെ തന്നെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അമേരിക്ക, ബിക്കോസ് ഞാൻ ഭയങ്കര പരിചിതമാണ് ആ രാജ്യത്തിന്. എത്ര രാജ്യങ്ങളിലേക്ക് ഇപ്പൊ നമ്മള് പാക്കേജുകളുണ്ട്? നമുക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഉണ്ട്. അന്റാർട്ടിക്ക വരെ ഉണ്ട്. വി കവർ ഓൾ ദി 7 കോണ്ടിനെന്റ്. അപ്പോൾ അന്റാർട്ടിക്കയിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകൾ എത്രത്തോളം? ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇനീഷ്യലി കേരളത്തിൽ നിന്ന് ഫസ്റ്റ് അന്റാർട്ടിക്കക്ക് ഗ്രൂപ്പ് കൊണ്ടുപോയത് എൻ്റെ നേതൃത്വത്തിലാണ്. ലൈക്ക് അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്ത് അത് പഠിച്ച് ചെയ്താണെന്ന് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയം വരെ ആരും അത്രയധികം പറഞ്ഞ് കേട്ടിട്ടില്ല. ഇപ്പോൾ മാം പറഞ്ഞല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട് 45-ാമത്തെ ദിവസമാണ് നെക്സ്റ്റ് ട്രിപ്പിന് പോകുന്നത്. ഇപ്പം ശരിക്കും അത്രയും ഫിസിക്കലി നമ്മൾ വീക്കാണ്. അതേപോലെ തന്നെ പല പ്രോബ്ലംസും നമുക്ക് ശാരീരികമായിട്ടുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ വന്നു, അന്നത്തെ ചിലപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് അന്ന് വൈകുന്നേരം തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ശരിക്കും അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്നത് എങ്ങനെയാണ്? എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ 45 ഡേയ്സിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഞാൻ അത്ര ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ കോൺസിക്വൻസ് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്നെ പ്രതീക്ഷിച്ച് ഒരു കൂട്ടം ആളുകൾ എയർപോർട്ടിൽ വരും. സോ അത് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് ആ സമയത്ത് ചിന്തിക്കാനുള്ളൂ. അപ്പം എൻ്റെ പ്രഗ്നൻസി പീരിയഡിലും ഞാൻ യാത്രകൾ കൊണ്ടുപോയിട്ടുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ ക്രൂസ്, ഈവൻ യൂറോപ്പ് വരെ ഞാൻ പോയിട്ടുണ്ട്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴും ആർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒട്ടും എനിക്ക് ഈസി അല്ലാത്തൊരു കാര്യമായിരുന്നു.
അപ്പം എനിക്ക് റെസ്റ്റ് ഇല്ലാതെ തന്നെ ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനീഷ്യൽ ആ ഒരു 2006, 7, 8 കാലഘട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെൽത്തിനെ പൂർണ്ണമായിട്ടും ലൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപക്ഷെ ഞാനൊരു വളരെ ക്രിട്ടിക്കൽ, എൻ്റെ ലൈഫിന് പോലും ത്രിട്ടൻ വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, എനിക്കൊരു സർജറി എനിക്ക് വേണ്ടി വന്നു അതിനിടയ്ക്ക്. അപ്പോൾ ആ നോർമലി ഒരു സർജറി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വേണമല്ലോ. പക്ഷേ എനിക്കത് ഒരിക്കലും സാധിച്ചില്ല. എൻ്റെ സർജറി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഞാൻ ഉടനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിനൊരു റീസണുണ്ട്. അന്ന് കാലത്ത് ഈ കമ്പനിയൊന്നും അത്രയും വലുതായിട്ടില്ല. അവിടെ നമുക്ക് എപ്പോഴും സ്ട്രഗിൾസ് അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും, അപ്പോൾ ഞാൻ തന്നെ കൂടെ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് അന്നുണ്ട് ഇന്നുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടൂറിന് വരുന്ന ആളുകൾ പിന്നീട് ഒരു ടൂർ ബുക്ക് ചെയ്യുമ്പോൾ ജീന കൂടെ, അവർക്ക് അതൊരു കോൺഫിഡൻസ്. അതെ അതെ അതെ. എനിക്ക് മാത്രം പലർക്കും അങ്ങനെ ഉണ്ടാവാം. എനിക്കതുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ ആ ടൂർ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നോ പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്രകൾ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പലപ്പോഴും ബോഡിയിലുള്ള മുറിവുകൾക്ക് ഇൻഫെക്ഷൻ വരികയും ഞാൻ ആ ട്രാവൽ കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ, വീണ്ടും അത് ആ ഒരു ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു സർജറി വീണ്ടും ചെയ്യുന്നു. പിന്നീട് വന്നാലും എനിക്ക് റെസ്റ്റ് ഇല്ല. കാരണം ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ടൂറ് മാത്രമല്ലല്ലോ, ഒരു ഓഫീസ് നോക്കണം, അവിടെ സെയിൽസ്, വിസ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു അന്ന് കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യണം, അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിനെ ടൂർ പോകണം. അപ്പം ഇതെൻ്റെ ഒരു പാർട്ടായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ഞാൻ അതായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് മൾട്ടിപ്പിൾ സർജറീസ് എനിക്ക് ചെയ്യേണ്ടി വന്നു. മൾട്ടിപ്പിൾ സർജറീസ് അടുത്തടുത്ത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ വീണ്ടും വരുന്നു, സർജറി ചെയ്യുന്നു, പോകുന്നു, ഇത് ഇങ്ങനെ. അപ്പം എനിക്ക് റെസ്റ്റ് കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഹെൽത്ത് പൂർണ്ണമായിട്ടും ലൂസ് ചെയ്ത് ഞാനൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ, മേ ബി ഒരു ഡെത്ത് വേണമെങ്കിൽ സംഭവിച്ചേക്കാം എന്ന രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ എൻ്റെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത്. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വീണ്ടും വരുന്നത്. റെസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, നമുക്കറിയില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തത് കൊണ്ട് വന്ന ഒരു വലിയ ഇൻഫെക്ഷൻ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുകയും ഞാൻ അതിനുവേണ്ടി 1 വർഷം ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്രയും സാക്രിഫൈസസ് നേരിട്ടുകൊണ്ടാണ് ഒരു കമ്പനീനെ വലിയൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഒരു ചെറിയ ഫാമിലി, ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്കൊക്കെ ഒരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു പാക്കേജ് എന്തൊക്കെയായിരിക്കും? ഒരു ഇൻ്റർനാഷണൽ ടൂർ ആണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 50,000 റുപ്പീസാണ് ഏറ്റവും കുറഞ്ഞ ചെലവ് ഒരു ഫാമിലിക്ക്. അല്ല, അതെ, ഒരു വ്യക്തിക്ക്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചായിരിക്കും എത്ര പേരുണ്ടെന്നുള്ളത്. പിന്നെ അതിൽ കുറവായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ വെറുതെ ഒരു ടിക്കറ്റൊക്കെ കുറഞ്ഞ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കുറഞ്ഞ പ്രൈസിലൊരു ടിക്കറ്റൊക്കെ കിട്ടിയാൽ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഒരു വളരെ മിനിമലായിട്ട് പോകുവാണെങ്കിലും ഒരാൾക്കൊരു 40,000-45,000 ഇല്ലാതെയൊന്നും ഇന്നൊരു ഇൻ്റർനാഷണൽ ടൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തായ്ലൻഡ്, ശ്രീലങ്ക പോലെയുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് ഏറ്റവും ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മേ ബി ചിലപ്പോൾ ഒരു മലേഷ്യയൊക്കെ പോകുവാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റും. ഇതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു രാജ്യത്തേക്കും നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ഫാമിലീസിനോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ തായ്ലൻഡ് പോകും. അപ്പോൾ ഇക്കണോമിക്കലാണ്. പിന്നെ അവിടെ നമ്മളെ ഏത് പ്രായക്കാരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തായ്ലൻഡിലുണ്ട്. ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ വേർ യു ക്യാൻ ട്രാവൽ വിത്ത് ദ ലീസ്റ്റ് മിനിമം ബഡ്ജറ്റ്. ഇത്രയും വാചാലമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോൺഫിഡൻസ് ആണ് നമ്മളങ്ങനെ സംസാരിപ്പിക്കുന്നത്. ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഫാമിലിയുടെ സപ്പോർട്ട് മസ്റ്റായിട്ടുണ്ട്. അതിൽ എൻ്റെ കുട്ടികൾ വലിയൊരു സ്ഥാനം അതിൽ വഹിക്കുന്നു. കാരണം
എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അവരെ മിസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ടെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് എനിക്ക് പോകാൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. പക്ഷെ എൻ്റെ കുട്ടികൾ എന്നോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരാളുടെ ഒരു ബാക്കപ്പ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ അതെ അതെ. ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്നൊരു സ്ഥാപനം ഉണ്ടായത് എൻ്റെ ഹസ്ബൻഡ് ഷൈബിൻ്റെ ഒരു പിന്തുണ തന്നെയാണ്. ഇത്രയും രാജ്യങ്ങളിൽ പോയി ഇത്രയും എക്സ്പീരിയൻസ് നേടി. ഇപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇനി ഈ ഡെസ്റ്റിനേഷൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് ശരിക്കും? ഫ്യൂച്ചർ പ്ലാൻസ് രണ്ടാണ്. ഒന്ന് ബിസിനസ് പരമായിട്ട് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്രകളെക്കുറിച്ചാണ് ഡെസ്റ്റിനേഷൻ ഉയർത്തിക്കൊണ്ടുവരിക. അത് ഒരു സാധാരണ കാര്യമാണ്. അതെ, ഞാൻ അതിൽ വലുതായിട്ടൊന്നും അങ്ങനെ ഒരു ടെൻഷനൊന്നും കാര്യങ്ങളൊന്നും എനിക്കില്ല, അത് വളരും. മറ്റൊന്ന് എല്ലാവർക്കും യാത്ര സാധ്യമാകുക. കാരണം യാത്രകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ട്. അപ്പൊ അത് മാറി വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലഘട്ടമല്ലേ, യാത്രാ സങ്കല്പം തന്നെ എല്ലാം മാറി. എങ്കിലും കുറച്ച് കൺസേൺസ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. വെദർ ദേ ആർ ചൂസിങ് ദ റൈറ്റ് പീപ്പിൾ. ഈ പറയുന്നതൊക്കെ അവിടെ പോയിട്ട് ഇതുപോലെ തന്നെ നടക്കുമോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പുതിയതായിട്ടൊരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് നമ്മളെ അറിയില്ലല്ലോ. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ അതവിടെ പോയിട്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുമോ, അതോ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് യാത്ര എല്ലാവർക്കും സാധ്യമാകുക, വളരെ സിമ്പിൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക, എല്ലാവരും യാത്ര ചെയ്യുക. അതാണ് ഒരു കാര്യം. മറ്റൊന്ന് എന്നോട് പേഴ്സണലി സാർ ചോദിച്ചാൽ ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്ത്രീകളെ ആ സംരംഭത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. ഇനിയും ഒരുപാട് ആളുകളെ എന്താ പറയുക അവരുടെ സ്വപ്ന ലോകത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയട്ടെ. അതിനോടൊപ്പം തന്നെ ഒത്തിരി പെൺകുട്ടികൾക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.